കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിനെയും പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ബി.ജെ.പിയുടെ കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം അദ്ദേഹം ആദ്യമായി തിരുവനന്തപുരത്തേക്ക് എത്തിയതാണെന്ന്. ആദ്യം അദ്ദേഹം ഇവിടെ എത്തി അദ്ദേഹത്തെ ആദ്യം സ്വീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അറേക്കലും ചേർന്നാണ്. അതിനുശേഷം ഒരു റോഡ് ഷോ മാർഗമാണ് അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുന്നത്. അവിടെ ആദ്യം ഗവൺമെന്റ് പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഒരുപാട് ഡെവലപ്മെന്റ് പ്രോജക്ട്സിന്റെ ലോഞ്ചിംഗ് ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് 4 ട്രെയിനുകളുടെ ഫ്ളാഗിംഗ് ഓഫ് സെറമണി ഉണ്ടായിരുന്നു. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ. ഇത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് റെയിൽ കണക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു, ഫ്ളാഗിംഗ് ഓഫ് സെറമണി ആയിരുന്നു. അതിനുശേഷമായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായ പാർട്ടി പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ആദ്യം തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കാണ് അദ്ദേഹം നന്ദി പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഒരു അവസരം നൽകി ജനങ്ങൾക്ക് നന്ദി അറിയിച്ചത് തുടങ്ങിയ പ്രധാനമന്ത്രി CPIM-നെയും കോൺഗ്രസിനെയും വിമർശിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, എടുത്തു പറയേണ്ടത് CPIM-ഉം കോൺഗ്രസും 2 പാർട്ടികളാണ്, 2 ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ കൂടി അവരുടെ ആശയങ്ങളും അവരുടെ രീതികളും ഒന്നാണ്. അവരുടെ ഇടയിൽ അന്തർധാര എപ്പോഴും സജീവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത്, ത്രിപുരയിൽ 30 വർഷം ഭരിച്ച ഇടതുപക്ഷം ഇന്ന് അപ്രസക്തമാണ്. ബംഗാളിൽ കുറെ കാലം തുടർച്ചയായി ഭരിച്ച ഇടതുപക്ഷം ഇന്ന് അവിടെ അപ്രസക്തമാണ്. പക്ഷെ കേരളത്തിൽ അവർ ഇന്നും നിലനിൽക്കുന്നത് കോൺഗ്രസുമായിട്ടുള്ള അവരുടെ ഒരു അന്തർധാര കാരണമാണ്. നിങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അധികം ഉപദ്രവിക്കില്ല, ഞങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നുള്ള അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടാണ് CPM ഇടതുപക്ഷവും ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 ഫ്രണ്ട്സിനെയും, ഈ 2 പാർട്ടികളുടെയും അവരുടെ ഭരണത്തെയും കേരളം കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു പാർട്ടി ഉണ്ടെന്നും ഒരു മുന്നണി ഉണ്ടെന്നും ആ മുന്നണിയെ ഇനി പരിഗണിക്കേണ്ട സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPIM-നെ ശബരിമല വിഷയം ഉയർത്തിക്കാണിച്ചാണ് അദ്ദേഹം വിമർശിച്ചത്. അതിലെടുത്തു പറഞ്ഞത്, ഇന്ത്യയിലെ എല്ലാ വിശ്വാസികൾക്കും പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ച LDF സർക്കാരിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ബി.ജെ.പിയുടെ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലെത്തുന്ന ദിവസം ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള അഴിമതിയും ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയുള്ള എല്ലാവിധ അന്വേഷണവും നടത്തുമെന്നും അതിൽ കുറ്റാരോപിതരായിട്ടുള്ള എല്ലാവർക്കും തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെ അദ്ദേഹം മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ്, മുസ്ലിം ലീഗിനേക്കാൾ വർഗീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറി മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി മാറിയിരിക്കുന്നു ഇന്നത്തെ കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 കൂട്ടരെയും അകറ്റി നിർത്തണം. ബി.ജെ.പിക്കാണ് ഇനി കേരളത്തിൽ അവസരം കൊടുക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു അദ്ദേഹത്തിന്റെ വരവും അദ്ദേഹത്തിന്റെ ഈ പ്രസംഗവും ഇന്നത്തെ ദിവസവും ബി.ജെ.പിയുടെ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ആവേശം തന്നെയാണ്, പ്രവർത്തകരിലേക്ക് ആവേശം പകരുന്ന ഒരു വരവ് തന്നെയായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥി ഫസ്റ്റ് ലിസ്റ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി തന്നെ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. ബി.ജെ.പിയുടെ മെയിൻ ഫോക്കസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഒന്നും കൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഈ 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബി.ജെ.പിയുടെ മെയിൻ പ്രവർത്തനങ്ങൾ. ഏറ്റവും ടാർഗറ്റായിട്ട് അവർ വെച്ചിരിക്കുന്ന പ്രയോറിറ്റി സീറ്റ്സിൽ പെടുന്നതാണ് ഈ 3 സീറ്റുകളും തിരുവനന്തപുരം ജില്ലയിലെ. ഇതെല്ലാം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ബി.ജെ.പിയുടെ വരും ദിവസങ്ങളിലെ പ്രവർത്തനം. കാരണം 2 മാസവും ആണ് ഇലക്ഷനിലേക്കുള്ളത്. 2 മാസം ഏപ്രിലാണ് പൊതുവിൽ കേരളത്തിൽ ഇലക്ഷൻസ് നടക്കാറുള്ളത്. ഈ തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ 2 വളരെ പ്രധാനപ്പെട്ട മാസങ്ങളാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരവറിയിക്കാൻ അവരുടെ കയ്യിലുള്ളത്. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലേക്കും പാർട്ടി കടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അത് അടുത്ത ഘട്ടത്തിലേക്ക് കടത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായിരിക്കും കൂടുതലായിട്ടും നടക്കാൻ പോകുന്നത്.